ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഉത്രാടപ്പച്ചിലാണോ? നമുക്കിവിടെ ഉത്രാടപ്പച്ചിലൊന്നുമില്ല കേട്ടോ. മോള് വന്നില്ല, അവൾക്ക് ക്ലാസ് ഉണ്ട്. മോന് നാളെ സ്കൂളുണ്ട്. ശ്രീയേട്ടൻ നാളെ രാവിലെ ഓഫീസിൽ പോയാൽ വൈകുന്നേരം വരും. അപ്പോൾ പിന്നെ എന്ത് ഓണാഘോഷം? ഓണം നമ്മൾ സാധാരണ ഫ്രണ്ട്സുമാരോട് ആഘോഷിക്കുമ്പോൾ അവിട്ടം ചതയം അങ്ങനെയൊക്കെയാണ് മുന്നെയൊക്കെ ആഘോഷിക്കൽ. ഓരോ സ്ഥലത്ത് മാറി മാറി പോകുന്നതല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് മുന്നെയൊക്കെ ആഘോഷിക്കൽ. അപ്പോൾ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വലുതായി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒത്തുകൂടിയാലല്ലേ ഓണത്തിൻ്റെ ഒരു സന്തോഷമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളെ മലയാളികളെ കൂട്ടായ്മയിൽ 2-3 ആൾക്കാരെ അമ്മമാർ ഇപ്രാവശ്യമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതിൽ നമ്മളെ അങ്ങനെ ഓണാഘോഷങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഓണത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഓണസദ്യ, ഊഞ്ഞാലാട്ടം, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. 10 ദിവസം സ്കൂൾ പൂട്ടും. ഓണത്തിന് നമ്മൾ അത്തം തൊട്ട് പൂടും. നമ്മൾ വീട്ടിലുള്ളതും ചുറ്റുവട്ടത്തുള്ളതല്ല കുഞ്ഞു കുഞ്ഞു പൂവൊക്കെ പറിച്ച് മുറ്റത്ത് പൂടും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ആഹ്ലാദ തീർമുറപ്പുകളൊന്നുമില്ല. പിന്നെ ഓരോർമ്മ നമ്മളെ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മളെക്കാളും 1-2 വയസ്സ് മുതിർന്നവരും നമ്മളെക്കാളും ചെറിയവരും എല്ലാം ഒരു 10-5-10 കുട്ടികളുണ്ടാവും. നമ്മളെല്ലാവരും കൂടി കുറച്ച് സ്ഥലത്തൊക്കെ പോകും കാക്കാപ്പൂവൊക്കെ പറിക്കാൻ. ഇങ്ങനെ ഇങ്ങനെ കോട്ടില കിട്ടുകയെന്ന് പറയും. അങ്ങനെ എടുത്തിട്ട് പോവും. എന്നിട്ട് പറിച്ചു കൊണ്ടുവരും. ഓണത്തിൻ്റെ തലേദിവസം നമ്മൾ കുറച്ച് തിരുവോണത്തിൻ്റെ അന്ന് കുറച്ച് വലിയ പൂക്കളിടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചോക്ക് കൊണ്ട് ആദ്യം ചിത്രം വരച്ച് വെക്കും രാത്രിയിൽ നിന്ന്. അത് സ്കൂളിൽ നിന്ന് ആദ്യമേ ചോക്ക് സംഘടിപ്പിച്ച് വെക്കും. പണ്ടത്തെ കാലത്തൊന്നും ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ ചോക്കെല്ലാം കിട്ടാൻ ഭയങ്കര പണിയല്ലേ. ക്ലാസ് നല്ല ടീച്ചർ അഥവാ വെച്ച് മറന്നുപോയ ചോക്കെല്ലാം വേണം നമുക്ക് കിട്ടാൻ വേണ്ടി. അപ്പം ചോക്ക് എന്തിനാന്ന് വെച്ചാൽ അതിന് നമ്മളെ തുന്നുന്ന നൂലില്ലേ, ആ നൂല് കെട്ടിയിട്ട് പിന്നെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരക്കുക. നല്ലൊരു ഭംഗിയിലെ പൂക്കളാണ് ഈ ബീനേച്ചി വരക്കുക. എനിക്ക് ഞാൻ ഇന്നും അത്ര എക്സ്പേർട്ടല്ല പൂക്കളൊന്നും വരക്കാൻ. മോളല്ല വൃത്തിയിൽ വരക്കും. അപ്പോൾ ബീനേച്ചി അന്ന് വരക്കുന്നത് പൂക്കളം വരച്ച് രാത്രി റെഡിയാക്കി വെക്കും. എന്നിട്ട് പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് കിട്ടുന്ന പൂക്കൾ തന്നെ. പിന്നെ നമ്മളെ വീട്ടിൽ അത്ര വലിയ പൂന്തോട്ട പൂക്കൾ അങ്ങനെയൊന്നുമില്ല. ചെണ്ടുമല്ലി ഉണ്ടാവും, പിന്നെ ചീങ്ങാപ്പൂ ഉണ്ടാവും, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. കാക്കാപ്പൂ ഉണ്ടാവും. പിന്നെ നമ്മൾ പൂക്കളെ വലുതാക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇലകളാണ്. ഒരു ചീരച്ചെടി എന്ന് പറയുമ്പോൾ ഒരു ചെടിയുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിനൊരു വെള്ള കുഞ്ഞി പൂവും ഉണ്ടാവും. അത് കൂടാനൊന്നും എടുക്കാൻ കിട്ടില്ല, ഓരോരോ പൂവ് അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇല ഇങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് ഇരിക്കുന്ന പലയിൽ വെച്ചിട്ട് മുറിക്കും. ഇരിക്കുന്ന പല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന പല എന്നല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിലത്ത് പല വെച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. പല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 കാലും അതിൻ്റെ മേലെ ഇതുമില്ലേ സംഭവം. എല്ലാവർക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കെല്ലാം അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ചുവന്ന ചീരച്ചെടി റോൾ ചെയ്തിട്ട് അതിൻ്റെ ഇല റോൾ ചെയ്തിട്ട് നമ്മൾ മുറിക്കുന്നതിനെ കൊണ്ട് വെച്ചാൽ ബ്ലേഡില്ലേ, അച്ഛനെല്ലാം പണ്ട് ഷേവ് ചെയ്ത് ഉപയോഗിച്ച ബ്ലേഡ് ഉണ്ടാവും, ഉപേക്ഷിച്ച ബ്ലേഡ്. അതിങ്ങനെ പൊട്ടിക്കും, 2ആക്കും. അല്ലാണ്ട് മുഴുവനെ കൊണ്ട് മുറിക്കുമ്പോൾ അത്രയും നേരിയതായിട്ട് കിട്ടൂല. അപ്പോൾ പൊട്ടിച്ചിട്ട് ഒരാളൊരു കഷ്ണം നമ്മൾ 2ആളും കൂടി ഇരുന്ന് മുറിക്കും. അത് നേരിയതാക്കിയിട്ട് കേട്ടോ. പിന്നെ അതാണ് നമ്മൾ ഒരു കാപ്പി കളർ കോഫി കളർ എല്ലാം വേണ്ടിയിട്ട് ഇടുന്നത്. പിന്നെ പച്ചയും വെള്ളയും മിക്സിൻ്റെ ഇലയുണ്ട്. അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ പാല് വരുമില്ല. ആ ചെടീൻ്റെ പേരും എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ പച്ചയില മാത്രം ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്ത് അതുപോലെ മുറിച്ച് വേറെ വെക്കും. എല്ലാം ഇങ്ങനെ ഒരേ ഇലകളിൽ ഇങ്ങനെ എടുത്ത് വെക്കും. ജാതിൻ്റെ ഇലയോ വട്ടയിലേൻ്റെ ഇലയോ കുർക്കൂട്ടീൻ്റെ ഇല എന്ന് പറയും നമ്മൾ. അതിലെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇലകൾ മുറിച്ച് എല്ലാം രാത്രി എല്ലാം റെഡിയാക്കി വെക്കും. എന്നിട്ട് പിന്നെ രാവിലെ എടുത്തിടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഒരു 10-11 മണി വരെ എല്ലാം നമ്മളിങ്ങനെ എല്ലാം മുറിക്കുന്ന പരിപാടിയാണ്. ഞാനും ഏച്ചിയും കൂടി. ഏച്ചി തന്നെയാണ് മെയിൻ കേട്ടോ. ഞാനിങ്ങനെ ചെറിയ ഹെൽപ്പെല്ലാം ചെയ്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഏട്ടൻ പിന്നെ നമ്മളെക്കാളെല്ലാം കുറേ വലുതായതുകൊണ്ട് ഏട്ടൻ നമ്മളെ കൂടി ഇരുന്ന് പോടുന്ന ഓർമ്മ നനക്കില്ല. ഏച്ചിക്ക് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. എന്താ വെച്ചാൽ ഞാനും ഏട്ടനും തമ്മിൽ 9-10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് ഏട്ടൻ ഇടുന്നത് ഓർമ്മയില്ല. ഞാനും ഏച്ചിനെയാണ് എനിക്ക് ഓർമ്മ. പിന്നെ ഏച്ചി നല്ല വൃത്തിയിൽ പൂക്കളം വരക്കും, നല്ല വൃത്തിയിൽ പൂക്കളം ഇടുകയും ചെയ്യും. നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ
അതിൽ വരുന്ന പൂക്കൾ ചെമ്പരത്തി പൂ ഇടും, പക്ഷേ നമ്മളത് രാവിലെ പറിക്കുമല്ലോ, രാത്രി പറിച്ച് വെക്കുമല്ലോ. അങ്ങനെ കുറച്ച് ഇങ്ങനെ വാടിപ്പോകുന്ന പൂക്കളൊക്കെ രാവിലെ പറിക്കും. ഒരു മഞ്ഞക്കോളാമ്പി, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, മഞ്ഞക്കോളാമ്പിയൊക്കെ. അങ്ങനെ കുറേ പൂക്കളുണ്ട് കേട്ടോ, പണ്ടത്തെ നാടൻ പൂക്കൾ. എന്നാലും അന്ന് തിരുവോണത്തിൻ്റെ അന്നത്തെ പൂക്കളം നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഞാനിങ്ങനെ മുന്നേ വിട്ട വീഡിയോ എല്ലാം കാണിച്ചിട്ടില്ലേ, പുറത്ത് ചെമ്പരത്തിയും മറ്റേ നിത്യ കല്യാണിയിൽ നട്ടെ, അതൊക്കെ പറിച്ചിട്ടാണ് ഞാൻ സാധാരണ ഇടൽ. തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ കുറച്ച് പോവാന്ന് അങ്ങനെ. പിന്നെ അപ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ നമ്മൾ വീട്ടിൽ അങ്ങനെ ഓണസദ്യ എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയ ഓർമ്മയൊന്നും എനിക്കില്ല. വല്ലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും. എനിക്കങ്ങനെ ഓണസദ്യ കഴിച്ചതിൻ്റെ ഉണ്ടാക്കി അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഓണത്തിനും വിഷുവിനെല്ലാന്ന് ആടിനെ വെട്ടുക. അപ്പോൾ ആട്ടിറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രധാന സംഭവമായിട്ട് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ നമ്മൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആട്ടിറച്ചി വാങ്ങിച്ചുകൊണ്ട് വരും. അത് രാവിലെ അമ്മ വിളിക്കും ഏട്ടനെ, രാവിലെ പോയാലേ നല്ല ഇറച്ചി കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ എല്ലും കൊട്ടുമായിരിക്കും എന്നിട്ട് ഏട്ടനെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഏട്ടനത് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് അമ്മ ഇപ്പോഴത്തെ പോലെ പൊടികളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മൂവമ്മല്ലി എന്ന് പറയില്ലേ, മൂവമ്മുളക് അതൊക്കെ വറക്കും. എന്നിട്ട് അമ്മിയിലിട്ടരക്കും, തേങ്ങയും വറുത്തരക്കും. എന്നിട്ട് മട്ടൻ നല്ലപോലെ കഴുകി അതിൽ മഞ്ഞൾപ്പൊടിയും ഈ വറുത്ത മല്ലി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടില്ല കേട്ടോ, പിന്നെ സവാള ഇടും, ചെറിയ ഉള്ളിയും ഉപയോഗിക്കലുണ്ട്, സവാള. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കും. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടും, ഇല്ലെങ്കിൽ ഇടില്ല കേട്ടോ. എന്നിട്ട് അത് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് വെന്തിട്ടാകുമ്പോൾ തേങ്ങ വറുത്തരച്ചത് ഒഴിച്ച് ചെറിയ ഉള്ളിയോ സവാളയോ പിന്നെ മൂപ്പിച്ചിടും. വറുത്തിടുകയെന്നറിയില്ല, അങ്ങനെ വറുത്തിട്ടല്ലാന്ന് കറി. പിന്നെ ഒരു ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റേഷൻ അരിയാന്ന് ചോറ് സാധാരണ ദിവസങ്ങളിൽ വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുത്തരിയോ കുറുവേരിയോ അതായിരിക്കും ചോറ് വെക്കുക. പിന്നെ ഒരു പപ്പടം ഉണ്ടാവും, പിന്നെ ഒരു പച്ചക്കറി നിലയിൽ തോരൻ ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവുന്നത്, പിന്നെ ഒരു കറി, ചാറ് കറി, പച്ചക്കറീൻ്റെ നിലയിൽ ഒരു സാമ്പാർ, ഒരു പേര് നോക്കുക. ആരും കൂട്ടൊന്നുമില്ല കേട്ടോ, ഈ മട്ടൻ കറിയെ കൂട്ടുന്നു. അപ്പം അങ്ങനെ ഒരു ഓർമ്മ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഈ ശർക്കര വരട്ടി അല്ലെങ്കിൽ കായ് ഉപ്പേരി അതൊന്നുമില്ല. പിന്നെ സദ്യയിൽ പരിപ്പും നെയ്യും വിളമ്പുക ഇതൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, തളിപ്പറമ്പിനടുത്താണ്. ഓണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ ടി വിയിലും അല്ലെങ്കിൽ ഈ മാസികകൾ അങ്ങനെയെല്ലാം കാണുന്നതിൻ്റെ ഓണമൊന്നുമല്ല ശരിക്ക്. എല്ലാവരും ഓണമൊന്നും അങ്ങനെയൊന്നുമല്ല. അതെല്ലാം വളരെ കുറച്ച് ശതമാനം ആൾക്കാരെ ഓണം മാത്രമാണ്. അങ്ങനെയല്ല നമ്മളെല്ലാം ഓണമല്ല ഇങ്ങനെയല്ല അങ്ങനെ കളർഫുള്ളൊന്നുമില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന പോലെ വനിതയെല്ലാം കാണുന്ന നമ്മളെ മനസ്സിലങ്ങനെയല്ലേ ഓണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്താ പറയുക, റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങനെയായിട്ടല്ലേ പറയുക. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മുണ്ടും വേഷ്ടി ഇടലുണ്ട്. പിന്നെ സദ്യ തന്നെ ഒരുക്കലുണ്ട്, എല്ലാം പച്ചടി അവിയൽ കൂട്ടുകറി എല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നെ ശർക്കര വരട്ടിയും കായുപ്പേരിയെല്ലാം നമ്മൾ റെഡിമെയ്ഡ് കിട്ടും. ഇങ്ങനെ അതിന് മുന്നേ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ എവിടെയാണ് മലയാളി സ്റ്റോറിൽ അവിടെ പോയിട്ട് കേരള സ്റ്റോറിൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ പ്രഥമനൊക്കെ ഉണ്ടാക്കും ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെ. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കുന്ന തൃപ്തി. പിന്നെ ആരും ഉണ്ടാവില്ല, കുട്ടികൾ സ്കൂളിൽ പോകും, ചേട്ടൻ ഓഫീസിലും പോയി. വല്ലപ്പോഴും ഇത്രയും വർഷത്തിനടുത്ത് എണ്ണാവുന്ന ദിവസം മാത്രം ഓണത്തിന് ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാൻ ഉണ്ടാവലുണ്ട്. അല്ലെങ്കിൽ രാത്രിയാണ് നമ്മൾ സദ്യ ഉണ്ണുക. പിന്നെ നമ്മളിങ്ങനെ ട്രാൻസ്ഫറായി പോകുന്നതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഓരോ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ചില സ്ഥലത്ത് നമുക്ക് കമ്പനി ക്വാർട്ടർ കിട്ടുന്ന സ്ഥലത്ത് മേളിലും താഴെല്ലാം ചിലപ്പോൾ എല്ലാം മലയാളികളുണ്ടാവും, നമ്മളെ ജൂനിയേഴ്സ് എല്ലാം. അപ്പോൾ അവർ ബാച്ചിലേഴ്സ് എല്ലായിരിക്കും, കല്യാണം കഴിക്കാത്തവരെല്ലാം. പിന്നെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളവരെ വിളിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിൽക്കുന്ന സമയത്തുള്ള ഓണസദ്യയ്ക്ക് നമ്മളെല്ലാവരെയും വിളിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഓണം ആഘോഷിക്കും. സെറ്റ് സാരി എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ. ഓരോ സ്ഥലത്ത് ഹരിയാനയിലൊക്കെ പോയപ്പോൾ അവിടെ ഒരു മലയാളി പോലും ഇല്ല, ആരുമില്ല. അപ്പോൾ നമ്മൾ മാത്രം വാഴയിലൊക്കെ കിട്ടിയെന്നില്ല അവസ്ഥയിൽ. അങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള ഓണമാണ്. നമ്മളൊരു ഫിക്സായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ചെറുപ്പത്തിലെ ആ ഒരു ഓർമ്മയിലും അങ്ങനെ വലിയ ഭയങ്കര സന്തോഷം അങ്ങനെയൊന്നുമില്ല. ഓണക്കോടി എൻ്റെ ഓർമ്മയിലൊക്കെ ഓണക്കോടി നിർബന്ധമായിട്ട് എടുത്തു തരുമൊന്നുമില്ല. കിട്ടി പോയാൽ പോയി എന്ന് പറയുന്നതല്ല. എല്ലാ ഓണത്തിനും എന്ത് വന്നാലും ഓണക്കോടി എടുത്തു തരും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കോടി ഓണത്തിന് കിട്ടും, അങ്ങനെ ഓണക്കോടി വിഷുക്കോടി കിട്ടും അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേട്ടനും അങ്ങനെ ഭയങ്കര സംഭവം ഓണക്കോടി എടുക്കണം വിഷുക്കോടി എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല, അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അതില്ലാതെന്ന് വെച്ചാൽ ഞാൻ ഈ ഓണക്കോടി വിഷുക്കോടി എന്ന് പറഞ്ഞിട്ടൊന്നല്ലല്ലോ എടുക്കുന്നത്. ഞാൻ എനിക്ക് തോന്നുമ്പോൾ എല്ലാം പോയിട്ട്
ചുരിദാർ, സാരി, എന്ത് സാധനങ്ങളും പോയിട്ട് ഇപ്പം കൂടുതൽ. മുമ്പേ അത്രയും എടുക്കില്ല. മുമ്പേ ചേട്ടനും എൻ്റെ കൂടെ വന്ന് സെലക്ട് ചെയ്ത് തന്നാലേ എനിക്കൊരു തൃപ്തിയാവും, ഒരു ഇഷ്ടപ്പെടുമല്ലോ. പണ്ടൊക്കെ പിന്നെ ഡ്രസ്സ് അങ്ങനെ എടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓൺലൈനിൽ ഞാൻ വളരെ കുറവാണ് എടുക്കലുണ്ട്. എനിക്ക് ഓൺലൈനിൽ എടുക്കുന്ന അത്ര ഇഷ്ടമില്ല. ഒന്നാമത്തെ കാര്യം, ഓൺലൈനിൽ എല്ലാവരും കണ്ടുമെടുത്ത സാധനങ്ങളായിരിക്കും നമ്മൾ ഇട്ട് നടക്കുന്നത്. അപ്പോൾ അതിനോട് അത്ര എനിക്കൊരു ഇഷ്ടമില്ല. എനിക്ക് സാധാരണ കടകളിൽ പോയിട്ട് എടുക്കാൻ തന്നെ ഇഷ്ടം. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്താവശ്യത്തിന് മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ 2 വീലർ എടുത്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഓരോ ഗള്ളിയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല നല്ല കടകളുണ്ടാവും. അവിടെ നല്ല ചുരിദാർ തൂക്കിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാരി ഉണ്ടാവും. ഞാനത് കണ്ട് അപ്പടന്നെ വില ചോദിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അപ്പടന്നെ വാങ്ങും. ഇല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ടു അത് പോയാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നില്ല. ഞാൻ അവരോട് പറയും ഇതൊന്ന് മാറ്റി വെക്കണേ, ഞാൻ നാളെ വന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അവർ മാറ്റി വെക്കും. പിറ്റേ ദിവസം തന്നെ ഞാനത് പോയിട്ട് എടുക്കും. അങ്ങനെ സാരി ആയാലും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട സാരി കണ്ടാലും ഞാനത് ഉറപ്പായിട്ടും എടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഓണക്കോടി, വിഷുക്കോടി എന്നിട്ട് അന്നും തലേന്ന് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം അശ്രേട്ടന് വരാൻ സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാർക്കറ്റിൽ പോയി ഒരു കടയിൽ ഒരു സാരി വാങ്ങിയതിൻ്റെ ഫോള് അവരെന്നെ വെച്ചുതരും ഇവിടെയൊക്കെ. അപ്പോൾ അത് ഫോള് വെക്കാൻ വാങ്ങിയാൽ നമുക്കന്ന് കൈ കിട്ടില്ല. പിറ്റേ ദിവസം ഫോള് വെക്കാൻ വേണ്ടി കൊടുത്ത് വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു ആൾ വന്ന് സാരി നോക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ വെറുതെ നോക്കിയപ്പോൾ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചേട്ടനെ വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് ചേട്ടനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചു കുറേ സാരി കാണിച്ചിട്ട്. അപ്പോൾ ചേട്ടൻ ഒന്ന് സെലക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ പോയിട്ട് എനിക്ക് ഓണക്കോടി വാങ്ങി. അതിന് മുന്നേ ഒരു ദിവസം ഞാൻ പോയപ്പോൾ കണ്ണന് ഒരു ടീഷർട്ടും ഒരു 3/4 കൊടുത്തു. പിന്നെ അങ്ങനെ ഞാൻ ഇത്രയും കളഞ്ഞ ചേട്ടൻ ഷർട്ടൊന്നും വാങ്ങൂലേ. ചേട്ടൻ വാങ്ങിയത് ചേട്ടൻ പറയും ഇത് കോട്ടനല്ല, ഇത് കോട്ടനാണോ, ഇത് പ്യുവർ കോട്ടനാണോ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചേട്ടന്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ വാങ്ങിയത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പം ഞാൻ വാങ്ങലുണ്ട്. അപ്പോൾ ചേട്ടനൊരു ഷർട്ട് വാങ്ങി. പിന്നെ ജീൻസൊക്കെ പിന്നെ ചേട്ടൻ മിക്കവാറും ഓൺലൈനാണ് വാങ്ങും കേട്ടോ. പിന്നെ ശ്രേയക്കുട്ടിക്ക് പിന്നെ ഇന്ന് മുന്നേ വന്ന സമയത്ത് ഇഷ്ടം പോലെ എടുത്ത് കൊടുത്തുവിട്ടിരുന്നു. ഓണത്തിനിത്, മറ്റേ രക്ഷാബന്ധന ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരോ ഡ്രസ്സ് അവൾക്ക് ഓരോ പേര് പറഞ്ഞിട്ട് എടുത്ത് കൊടുത്തു വിട്ടിരുന്നു. അതുകൊണ്ട് അവളെ കാര്യമൊക്കെ. എന്നാലും ഞാൻ അവൾക്കും, നമുക്കെല്ലാം വാങ്ങുമ്പോൾ അവൾക്കും വേണിച്ചാൽ അവൾക്കും ഞാനൊന്ന് ബാക്കി വെച്ചു. കൂടാണ്ട് ചേട്ടൻ ഓൺലൈനായിട്ട് അവൾക്ക് നല്ല സൂപ്പർ സിൽക്കിൽ വരുന്ന സെറ്റ് സാരി എന്ന് പറയില്ലേ, അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതാണ് നമ്മളെ ഓണാഘോഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഭയങ്കര സംഭവം ഓണാഘോഷമൊന്നുമല്ല. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് സ്പെഷ്യലായിട്ട്, സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യലായിട്ട്, ആദ്യമായിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും സന്തോഷകരമായ ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.